പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. വ്യാജം കൊണ്ട് നേടിയ ധനം, അതിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല എന്ന്. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഇന്നത്തെ ഞാൻ അനുഭവിക്കുന്ന സമ്പത്ത് വ്യാജം കൊണ്ട് നേടിയതാണ്. നുണ പറഞ്ഞ്, വ്യാജം പറഞ്ഞ്, കള്ളസാക്ഷ്യം പറഞ്ഞ് ഞാൻ സമ്പാദിച്ച ധനമാണ് എങ്കിൽ ആപത്തിൽ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അനേകം ഈ സമൂഹത്തിലുള്ള അനേകം സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം, കച്ചവടക്കാരായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്രോക്കർമാരായിക്കോട്ടെ, സാമ്പത്തികമായ മേഖലകളിൽ ഇന്ന് വളർന്നു പന്തലിച്ച് നിൽക്കുന്നവരായിക്കോട്ടെ, അനേകം വ്യക്തികളും ഇന്ന് വ്യാജം കൊണ്ടാണ് സമ്പത്ത് നേടുന്നത്. സത്യസന്ധമായ മാർഗത്തിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട സമ്പത്ത് നേടലൊന്നും ഉണ്ടാവില്ല. അന്നന്ന് ജീവിച്ചു പോകാം, അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ സത്യസന്ധമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വ്യാജം കൊണ്ടാണ് എങ്കിൽ ഇഷ്ടം പോലെ കയ്യിലേക്ക് വന്നു ചേരും. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാഹചര്യം അനുസരിച്ചാണ് അവൻ ബിസിനസ് നടത്തുന്നത്. മലഞ്ചരക്ക് വാങ്ങുന്നവനായാലും ശരി, അവൻ സൂത്രം പറഞ്ഞ് പറ്റിച്ച് പലതിൻ്റെയും മേന്മ കുറവാണ്, മേന്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് വ്യാജം പറഞ്ഞ് ധനം സമ്പാദിക്കുന്നവരിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേസമയം ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് അവൻ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവൻ അധ്വാനിച്ച പണമാണ്, വ്യാജം പറഞ്ഞതല്ല. ഇന്ന് വ്യാജം പറഞ്ഞ് ധനം സമ്പാദിക്കുന്നവർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ഞാൻ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണോ എന്നാണ് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യേണ്ടത്. ഇന്ന് സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് പണമുണ്ടാക്കുവാൻ വേണ്ടി അനേകം വ്യക്തികൾ കള്ളസാക്ഷ്യം പറയുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ധാരാളം. വേറെ ചിലരെ സംബന്ധിച്ച് ധനത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കയ്യടി കിട്ടുവാൻ, ഒരു പ്രശസ്തി കിട്ടുവാൻ വേണ്ടി കള്ളസാക്ഷ്യം പറയുന്ന വ്യക്തികളെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലരും സാക്ഷ്യത്തൊഴിലാളികളായി മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സാക്ഷ്യ ജീവിതമില്ല, പിന്നെ അവർ സാക്ഷ്യം പറയും, കള്ളസാക്ഷ്യം പറയും. 20 വർഷം മുമ്പ് ഞാൻ ഇന്നപോലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. എൻ്റെ വയറിൻ്റെ അടിഭാഗത്തൊരു വേദനയുണ്ടായിരുന്നു, ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതായിരുന്നു. ഇപ്പോൾ എൻ്റെ മുഴയൊക്കെ, ധ്യാനത്തോടുകൂടി എൻ്റെ മുഴയൊക്കെ മാറി, വേദനയൊക്കെ മാറി, ഇന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളസാക്ഷ്യവും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊരു കള്ളസാക്ഷ്യമാണ്, നല്ല സാക്ഷ്യമല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത്, ഇന്ന് പലരും കോടതിയിൽ കള്ളമൊഴി നൽകുക, അത് കള്ളസാക്ഷ്യമാണ്. അധികാരികളുടെ മുമ്പിൽ കള്ളമൊഴി പറയുക, അല്ലെ നുണ പറയുക, അത് വലിയ തിന്മയാണ്. അധികാരിയും ആരുമാകാം, ഏത് മേഖലയിലുള്ള അധികാരി, ഓഫീസിൻ്റെ നേതൃത്വത്തിലുള്ളോ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലോ അതല്ലെങ്കിൽ അത് സാമൂഹികമായ പശ്ചാത്തലത്തിലുള്ള ഏതെങ്കിലും ജോലി മേഖലകളിലോ ഇവൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നേതൃത്വ നിലയിലുള്ള ഒരു അധികാരിയാണ്. ഇടവക മേഖല ഇടവകയാകാം, അധികാരികളുടെ മുമ്പിൽ
പോലീസ് സ്റ്റേഷനിലാകാം. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കള്ളസാക്ഷ്യവും പറഞ്ഞ് നുണയും പറഞ്ഞ് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ പലതും തട്ടിയെടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ക്രിസ്ത്യാനികളായിട്ട് ധാരാളമുണ്ട്. ഒരു സംശയവുമില്ല. പക്ഷേ അവർ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരുന്നു. ഇങ്ങനെയൊക്കെ സമ്പാദിച്ചും നുണ പറഞ്ഞും മറ്റുള്ളവരെ പിടിച്ചു വെച്ചും പിടിച്ചു പറിച്ചും ഒക്കെ സമ്പാദിക്കുന്നത് വരാൻ പോകുന്ന തലമുറ അനുഭവിക്കുമോ ഇല്ലയോ എന്ന് അവർ അറിയുന്നില്ല. അങ്ങനെയും കൂടി ഒരു വ്യത്യാസമുണ്ട്. വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും അതൊരു ശാപമായി മാറ്റപ്പെടും. വരാൻ പോകുന്ന തലമുറകളിലേക്ക് അത് ശാപമായി മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലതരത്തിലുള്ള പാരമ്പര്യ രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് മക്കളൊക്കെ തകർന്ന് നശിച്ച് നാശമായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അടിവേര് മാന്തിപ്പോയ കുടുംബങ്ങൾ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അടിവേര് മാന്തിപ്പോയ, വലിച്ചു വാരിക്കൂട്ടിയത് അനുഭവിക്കുവാൻ യോഗമില്ലാത്ത മക്കളും ഉണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ നീ ആശ്രയിക്കരുത്. നിന്റെ ജീവിതത്തിൽ ഒരാപത്ത് വരുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ ഉപകരിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളക്കണക്കെഴുതിയും വെട്ടിപ്പും തട്ടിപ്പും നടത്തി അന്യായ പലിശയ്ക്ക് പണം കൊടുത്ത് മറ്റുള്ളവരിൽ നിന്ന് പലിശ വാങ്ങി മറ്റുള്ളവരുടെ കണ്ണുനീരുകൊണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞ് നുണ പറഞ്ഞ് സമ്പാദിച്ച സമ്പത്താണ് എങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ അത് അവസാനം ഉപകരിക്കപ്പെടാതെ വരും. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുതെന്നും അത് ആപത്തിൽ നിൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുകയില്ല എന്നും അരുളി ചെയ്ത കർത്താവേ, സത്യസന്ധമായ മാർഗത്തിൽ അധ്വാനിച്ച് സത്യത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.